ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പം അത് എത്രത്തോളം പൂർത്തീകരിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്ന് വെച്ചാൽ ഇവിടെ രണ്ടുപേരും ഭയങ്കര ബഹളമാണ്, ഇടയ്ക്ക് വെച്ച് എപ്പോഴെങ്കിലും നിർത്തേണ്ടി വരും. അപ്പോൾ രണ്ടുപേരും ഉണർന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് നോക്കാം, എഴുന്നേൽപ്പിക്കാം, എന്നിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാം. അങ്ങനെ ഉടുപ്പിട്ട് കഴിഞ്ഞു. ഇനി എന്തുവാ, ചായ കുടിക്കാം. തലയൊക്കെ ചൊറിയുന്നു. പേനാണോ? ആ, പിപ്പൂത്തണ്ടേ തലയില്? വേണ്ടായ കെട്ടി വെക്കട്ടെ? പിന്നെ ഇടാനോ? എങ്ങനെ? എല്ലാം കൂടോ വേണോ? പിന്നെ പിന്നെ ചായ കുടിക്കാം. അപ്പോൾ വൈഷു കപ്പിനകത്ത് ചായ കുടിക്കുന്നത്. രണ്ടുപേരും ഈ കപ്പിനകത്തായിരുന്നു കേട്ടോ, മലബാർ ഗോൾഡിൻ്റെ കപ്പ. ഇതിനകത്തായിരുന്നു ചായ കുടിക്കുന്നത്. ഇപ്പം വൈഷു ഇതിനകത്ത് കുടിക്കും. വാവയ്ക്ക് ഇതേണ്ട് കുഞ്ഞു കുപ്പി ഗ്ലാസ്സിൽ വാവ കുടിക്കുന്നു ഇപ്പം ചായ. ഇല്ലേ വാവേ? ചായ കുടിക്കട്ടെ? മൊത്തം വിഷല്ലോ. കുടിക്കും. വാവ കുടിക്കുന്നു. പൊള്ളത്തൊന്നുമില്ല, ചൂടൊന്നുമില്ല, തണുത്തതാ. ഇനി വേണം? കുടിച്ചു. അപ്പോൾ വാവ ഇതിന് മുമ്പ് പാലും ചായ ഒന്നും കുടിക്കത്തില്ലായിരുന്നു കേട്ടോ. വൈഷു പാല് മാത്രമായിരുന്നു കുടിക്കുന്നത്. ഇപ്പം വൈഷു പാല് കുടിക്കത്തില്ല, ചായ കുടിക്കും. അപ്പോൾ വാവി ഇപ്പം ചായ കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പാല് കൊടുത്താൽ കുടിക്കത്തില്ല കേട്ടോ, അതുകൊണ്ടാണ് രണ്ടുപേർക്കും ചായ കൊടുക്കുന്നത്. കുടിക്കത്തില്ല, ചായ മാത്രം കുടിക്കത്തേ ഉള്ളൂ. രാത്രി വാവ മാത്രം. ഇനി വേണോ? മതി, തോനെ കുടിക്കണ്ടേ? കുടിച്ചോ, ഞാൻ തൊണ്ടല്ലോ, അത് കുടിച്ചു കയറുക. ആ കുടിച്ചോ കുടിച്ചോ. ബിസ്ക്കറ്റോ? ബിസ്ക്കറ്റ് തന്നെ ഉണ്ടോ? നമുക്ക് പാപ്പ ഉണ്ടാക്കിയിട്ടില്ല. അടങ്ങിയിരിക്ക്, ചായ കുടി. അല്ല, ഒരാള് കാണിക്കുന്ന പോലെ തന്നെ അടുത്ത ആള് കാണിക്കണോ? എണ്ണീറ്റ് ചായ കുടിക്ക്. അതങ്ങനെ എന്റെ ചായ കുടിച്ച് ബോധം കിട്ടി വീണല്ലോ. അതോ രണ്ടുപേരും കൂടെ എണ്ണീര് ഡി എണ്ണീറ്റ് ചായ കുടിക്കണേ. ഞാൻ പോട്ടെ, എനിക്ക് ജോലി ഉണ്ടാവില്ല. നാളെ ഇവിടുന്ന് കളിച്ചു. നിങ്ങൾ ഇവിടുന്ന് കളിക്കും. എന്നാ കളിപ്പാട്ട.
എന്നാ ഫോണ് ഞാൻ കൊണ്ടു. ചായ മതിയോ? ചായ മതിയോ മാവേ? ഞാൻ കൊണ്ടുപോന്നേ. വേണോ? വേണോ? ഓടി വരും. ചെണ്ട ചെണ്ട വെച്ച് കളിക്ക്. ഇത് പറയുന്ന കേൾക്കുന്നുണ്ട്. ഇതാ പറയുന്ന അമ്മ പറയുന്ന ഇതാ കേൾക്കുന്നുണ്ട്. ഞാൻ എന്തോലും പറഞ്ഞു. ഓടി അവിടുന്ന്. അയ്യോ ഇതൂടെ കൊണ്ടേക്കോ. അവള് കളിച്ച അപ്പൊ ഇവർ രണ്ടുപേരും പിന്നെയും വന്നേക്കാണ് കേട്ടോ. അവർക്ക് കേക്ക് വേണമെന്ന് പറഞ്ഞിട്ട്. ആ അതോ മാവയ്ക്ക് ബിസ്ക്കറ്റും കേക്കും ഒക്കെ വേണമെന്ന് പറഞ്ഞ് ബഹളം. അപ്പൊ നമുക്ക് കേക്ക് തന്നെയാ. അവിടെ ഇരി ഞാൻ എടുത്തുതരാം. അങ്ങോട്ട് ഇരി എടുത്തോണ്ട് വരട്ടെ. ഇത് വാവയ്ക്ക് കേക്ക് തിന്നണേ, മൊത്തം കഴിക്കണേ. വൈശുവിന് ഒരെണ്ണം വേണോ പകുതി മതിയോ? പകുതി പോരെ? പൊളി. അതാ ചോദിച്ച പകുതി മതിയോ? അത് അണ്ടിപ്പരിപ്പ്. തിന്നെ രണ്ടുപേരും തിന്നെ. ഇവിടുന്ന് കഴിക്കണേ. അടുക്കള പോവാന്നേ. മൊത്തം തന്നെയാണ് കേട്ടോ. രാവിലെ ഏട്ടൻ കുറച്ച് കാന്താരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഏട്ടൻ പറഞ്ഞ ഏട്ടന് പഴുങ്ങഞ്ഞി മതി, കാന്താരിയൊക്കെ ഇട്ട് ഇളക്കിയിട്ട് പഴുങ്ങഞ്ഞി മതി എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പഴുങ്ങഞ്ഞിയാണ് കേട്ടോ കുടിച്ചത്. ഉള്ളിയും പുളിയൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ട് ഇളക്കിയിട്ട് അതിനകത്ത് അച്ചാറുണ്ടായിരുന്നു കേട്ടോ. അതിനകത്ത് കാന്താരി ഇട്ടിപ്പം ഇതിപ്പം മാവയ്ക്ക് കൊടുത്തതിൻ്റെ ബാക്കിയാണ്. അത് ഞാൻ തിന്നാന്ന് വിചാരിച്ചപ്പോൾ ഏട്ടന് കാന്താരി മുളക് കൂടെയൊക്കെ ഇട്ട് ഇളക്കിയിട്ടാണ് കേട്ടോ ഏട്ടൻ കഴിച്ചത്, അച്ചാറും കൂടെ കൂട്ടിയിട്ട്. അപ്പം എനിക്ക് കാന്താരി വേണ്ട, എരി ആയതുകൊണ്ട് ഞാൻ ഉള്ളിയും പുളിയും മാത്രമേ ഉള്ളൂ, ഉപ്പും. പിന്നെ മാവ അവർ രണ്ടുപേരും കഴിച്ചു കേട്ടോ. ഏട്ടൻ്റെ കൂടെ ഇരുന്ന് കഴിച്ചിട്ടാണ് ഏട്ടൻ പോയത്. അപ്പം അങ്ങനെയൊക്കെ ഇരുന്ന് കഴിക്കുവാണെങ്കിലാണ് ഈ ചോറ് പോലുള്ള സാധനങ്ങളൊക്കെ കഴിക്കുന്നത്. അപ്പം അല്ലാതെ കണ്ടില്ല, അല്ലാതെ വേണമെങ്കിൽ കേക്കും ഇതൊക്കെ ആണെങ്കിൽ തനിയെ എടുത്തുകൊണ്ട് വെച്ച് കഴിക്കും. എനിക്ക് അവരുടെ കൂടെ ഇരിക്കാനുള്ള സമയമില്ല കേട്ടോ. എനിക്കിവിടെ ജോലിയുണ്ട്. രാവിലെ മീൻ കിട്ടിയിട്ടുണ്ട്, ഞാനപ്പോൾ അത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ കുറച്ച് കുഞ്ഞുണ്ടായിരുന്നു, ഇത് വൈശുവിനും വാവിക്കും വറുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് കുറച്ച് ഒരു മാങ്ങ ഇട്ട് കറി വെക്കാം. കുറച്ച് കറി വെക്കാം, എന്നിട്ട് ബാക്കി വറക്കാം. ഇത് വറക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, കറി വെക്കാൻ വേണ്ടിയൊന്നുമില്ല, കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ തേങ്ങ അരച്ച് മാങ്ങ ഇട്ട് കറി വെക്കാനാണ് കേട്ടോ. അപ്പം നമുക്ക് മാങ്ങ പിച്ചിക്കൊണ്ട് വന്നിട്ട് കറി വെക്കാമേ. അപ്പോൾ തേങ്ങയും തിരുങ്ങണം, കുറേ ജോലിയുണ്ട്. ഇതൊക്കെ എപ്പോൾ നടക്കും എന്നുള്ളത് എനിക്കറിയത്തില്ല. അതിനു മുമ്പ് വാവ ബഹളം ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളൊന്നും നടക്കത്തില്ല കേട്ടോ. അപ്പം നമുക്ക് മാങ്ങ കഴിച്ചാൽ പോവാം. ദൂരെയൊന്നും അല്ല കേട്ടോ കഴിക്കാതെ മാങ്ങ. എല്ലാവരും മാങ്ങ വെച്ചാന്ന് ചോദിച്ചപ്പോൾ തോട്ടിയുണ്ട്, മേളിൽ കയറി മാങ്ങ വെച്ചാന്നായിരിക്കും വിചാരിച്ചത്. പക്ഷെ നമുക്ക് വേണ്ടി ഇവിടെ ഞാൻ നെയ്യ് വെക്കണം. 5 മാങ്ങ ഇതിനകത്ത് വലിയ നോക്കി ഇത് മതി, ഇതിൻ്റെ ആവശ്യമുള്ളൂ നമുക്ക്, കുഞ്ഞ് കറിയല്ലേ. അപ്പം ഈ മാങ്ങ നെയ്യ് വെച്ച കണ്ണി വീഴൂ. ആ ഇപ്പൊ ഇടിപ്പിച്ചതാ. വേണ്ട, നമുക്ക് ഇങ്ങനെ അരച്ച് വെക്കാം. ആദ്യം തേങ്ങ ഇട്ട് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട്
കുറച്ച് ഉലുവയും കൂടി ഇടാം. ഉലുവയും 5-6 കൊച്ചുള്ളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. മാവയുടെ ബഹളം തുടങ്ങിയിട്ടുണ്ട്. മാവയുടെ ബഹളം തുടങ്ങിയാൽ പിന്നെ അധിക സമയമില്ല എന്നാണ് അർത്ഥം. എന്തു? ഹോർലിക്സോ വേണോ? തരാം ഹോർലിക്സ് തരാം. വാവയ്ക്ക് ഹോർലിക്സ് വേണമെന്നും പറഞ്ഞ് ബഹളമാണ് കേട്ടോ. എന്താ? കേക്കോ? കേക്ക് തിന്നല്ലോ. ഇപ്പം നമ്മുടെ വാവ തേണ്ടി ഇവിടെ നിന്ന് ഹോർലിക്സ് തിന്നുകയാണ് കേട്ടോ. എന്താ തിന്നുന്നേ? ഹോർലിക്സോ? ഹോർലിക്സ് തിന്നുവാണോ? കൊള്ളാവോ? സൂപ്പറാണോ? വാവേ JCB എന്ന് പറഞ്ഞേ JCB പറ. JCB ഒന്നുകൂടെ പറഞ്ഞേ. ഒന്നുകൂടെ പറ. JCB പറഞ്ഞേ. ഇങ്ങോട്ട് നോക്കി പറ. വായിക്കെടുത്തിട്ട് പറ JCB. എന്തേ? ഇങ്ങോട്ട് നോക്കി പറ. JCB എന്ന് പറ. എന്താ? ഇങ്ങോട്ട് നോക്കിയേ. ഇങ്ങോട്ട് നോക്കി പറ. ഇനി നമുക്കൊരു ശകലം വെള്ളം ഒഴിച്ച് കുറേശ്ശെ വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം കേട്ടോ. വെള്ളം എല്ലാം കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ അരയ്ക്കുമ്പോൾ അരയത്തില്ല. അതുകൊണ്ട് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. എന്തോ ഭാവ ഇപ്പം ഞാനവിടെ മിക്സി ഇരിക്കുന്നിടത്ത് എടുത്തിരുത്തിയതാട്ടോ. അവിടെ ഇരുന്ന് ബഹളം ഉണ്ടാക്കുക തറ ഇറങ്ങണമെന്ന് പറഞ്ഞിട്ട്. തറ ഇറങ്ങിയ പിന്നെ ഞാനൊന്നും ചെയ്യാൻ നിർമ്മിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ ഇരുത്തിയേക്കുക. ഇറങ്ങണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്കിത് അരച്ചുകൊണ്ട് വരാൻ പോയി. മീൻകറിക്ക് അരക്കണ്ടേ? മാവ ഇവിടെ ഇരിക്കുമോ? അത് മാറിയിരിക്കുമോ? ഇവിടെ ഇരിക്കുന്നോ മാറിയിരിക്കുന്നോ? ഇവിടെ ഇരിക്കുവാണോ? ചീപ്പാര എവിടെ കൊണ്ടുവച്ചേ? മാവയാണോ? ആണോ? എവിടെ? അവിടെ വെക്കാനോ? വെച്ചേക്കാം. ചരക്കട്ടെ. പേടിക്കോ? ഇവിടെ ഇരുന്ന അപ്പുറത്ത് പോയിരിക്കാവോ? കട്ടിലെ പോയിരിക്കാവോ? കൈ കഴുകിക്കട്ടെ. ബാ പോ. എന്താ തുള്ളിച്ചാടുന്ന? വൈശികയുടെ ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അവൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് കുറേ സാധനങ്ങളൊക്കെ എടുത്തു കൊടുത്തു. പൈസ. പൈസ. അപ്പം അതെടുത്ത് വെച്ച് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം മാവയ്ക്ക് ഹോർലിക്സ് കൊടുത്തോണ്ട് എനിക്കും വേണമെന്നും പറഞ്ഞിട്ട് വൈശു വന്നിരിക്കുകയാണ് കേട്ടോ. കൊടുക്കുകയാണെങ്കിൽ 2 പേർക്കും കൊടുക്കണം. എന്ത് കൊടുത്താലും. കളിച്ചോ. കളിച്ചോ. അപ്പം ഇനി നമുക്ക് നമ്മുടെ മീൻകറി റെഡിയാക്കാം കേട്ടോ. ഇതിനകത്തിട്ട് നമ്മുടെ അരപ്പിടാം. കുറച്ചേ അരച്ചുള്ളൂ കേട്ടോ. ഒരുപാട് അങ്ങ് അരയ്ക്കുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ചെറിയ അരപ്പ് ഇങ്ങനെ ഇരിക്കുന്നതാണ് ഇഷ്ടം. ഇപ്പം നമ്മുടെ മാങ്ങ കുഞ്ഞാണെങ്കിലും സംഭവം ഭയങ്കരമാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നല്ല വിളഞ്ഞ മാങ്ങയാണ്. ഇത് കണ്ടില്ലേ? കുറച്ച് ദിവസം കൂടെ നിർത്തിയായിരുന്നെങ്കിൽ നമുക്ക് പഴുത്ത് കിട്ടിയേനെ. നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല പുളിയുള്ള മാങ്ങയാണ്. മാങ്ങ വേണോ? തരാം.
നല്ല പുളിയുള്ള മാങ്ങയാണ് കേട്ടോ. ഇത് കുറച്ചിട്ടാൽ മതി, ഫുള്ള് ഇട്ട് കഴിഞ്ഞാൽ നല്ല പുളിയായിരിക്കും. കണ്ടോ മീൻ? വൈശി ഇവിടെ മീൻ കാണുമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളം കേട്ടോ. നമ്മൾ മാങ്ങ ഇട്ടിട്ടുണ്ട്, ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ സാധാരണ കൈ വെച്ചാൽ മിക്സ് ചെയ്യാം, പക്ഷെ ഇപ്പം വാവ സമ്മതിക്കുന്നില്ല കേട്ടോ. എൻ്റെ കയ്യിലൊക്കെ പറ്റി കഴിഞ്ഞാൽ പിന്നെ വാവ എടുക്കാൻ പറ്റും. അവളെൻ്റെ കയ്യിലിരിക്കും, അതുകൊണ്ട് സ്പൂൺ വെച്ചിട്ട് ഇളക്കാം. ഇളക്കി ഇതിനകത്ത് ചൂട മാത്രമല്ല കേട്ടോ, ഇതിനകത്ത് ഒരു കാരലുണ്ട്, പിന്നെ വേറെ ഏതോ ഒരു മീൻ, അതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. പിന്നെ ഒരു കുഞ്ഞൊരു അയിലയാന്ന് തോന്നുന്നു കേട്ടോ. അതുകൊണ്ട് ഒരു കുഞ്ഞൊരയില, അത്രയും മീൻ ഇതിനകത്തുണ്ട്. പിന്നെ ഒരു മറ്റേ കൂന്തളില്ലേ, അതിൻ്റെ ഒരു കഷ്ണം ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടി ഞാൻ ഇതിനകത്തോട്ട് വെക്കും. കൂന്തൽ വറുത്താൽ കൊള്ളാമെന്ന് എനിക്കറിയത്തില്ല, അതുകൊണ്ട് ഞാൻ വറക്കുന്നതിനകത്ത് ചൂടയും കൊഞ്ചും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിനകത്ത് കൊഞ്ച് ഇട്ടിട്ടില്ല, എനിക്ക് കൊഞ്ച് അലർജിയാണ്, അതുകൊണ്ട് ഞാൻ കൊഞ്ച് കഴിക്കാറില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടില്ല. വറക്കാൻ പിന്നെ പിള്ളേർക്ക് കൊടുക്കാനായതുകൊണ്ട് കുഴപ്പമില്ല, വറുത്ത് പ്രത്യേകമല്ലേ വറക്കുന്നത്. പിന്നെ അത് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം കേട്ടോ. ഇനി വേണമെങ്കിൽ പിന്നെ ഒഴിക്കാൻ തരാം നമുക്ക്. ഇനി ഇതിനകത്തോട്ട് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് എന്ത് ചെയ്യും? തൽക്കാലം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ വേണ്ടുന്നതിനെ നോക്കിയിട്ട് ഇട്ടാൽ മതി. അപ്പം ഇവിടെ പേട്ടന് ഉപ്പ് കുറച്ച് മതി, അപ്പം നമുക്ക് ആദ്യം കുറച്ച് ഉപ്പിട്ടിട്ട് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ കുറച്ചും കൂടി ഇടാം. കണ്ടോ മീൻ കണ്ടോ? വേണ്ടേ? കണ്ടോ ചൂട മീൻ? ഇനി വെള്ളം വെക്കരുത് ഇവിടെ, മീൻ കാണണമെന്ന് പറഞ്ഞ കേട്ടോ. അപ്പം നമുക്കിനി ഇത് അടുപ്പിൽ കയറ്റാം. ഇനി നമുക്കിത് അടുപ്പിലോട്ട് കൊണ്ടുവെക്കാം. തറയിൽ നിൽക്കുമോ? എടുക്കണ്ടേ എനിക്ക്? തറയിൽ നിൽക്കാമോ? ഇല്ലയോ? തറയിൽ നിൽക്കത്തില്ലയോ? ഉപ്പ് തിന്നൂടാ. അപ്പം നമുക്ക് ഇതിനകത്തോട്ട് പുളിയിട്ട് കൊടുക്കാം കേട്ടോ. ഒരു കുഞ്ഞൊരു കഷ്ണം പുളിയും പിന്നെ എന്തെങ്കിലും മുളക് നമ്മൾ കീറാതെയാണ് കേട്ടോ ഇടുന്നത്. അപ്പം അധികം എരി ഇറങ്ങാതിരിക്കാൻ, എന്നാൽ ആ ഒരു ടേസ്റ്റ് കിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് എരി അധികം വേണ്ട, അതുകൊണ്ടാണ് ഇങ്ങനെ ഇടുന്നത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഇനി ഒന്ന് തിളക്കട്ടെ. നമ്മുടെ വാവ ഭയങ്കര ബഹളം തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഭാവി കൊണ്ടുവന്ന് ബഹളമൊക്കെ ഒന്ന് നടക്കാം. മാവ എൻ്റെ കൈ ഇരിക്കുകയാണ് കേട്ടോ, അതാ ഫോൺ കിടന്ന് പുലിങ്ങുന്ന, വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല. വൈശോ ഉപ്പൊക്കെ നോക്കാം, ഉപ്പും പുളിയൊക്കെ കറക്റ്റാണോ. അഥവാ പുളി കൂടുതലാണെങ്കിൽ നമ്മൾ ഇട്ട പുളിയില്ല, അതിങ്ങ് എടുത്ത് മാറ്റും കേട്ടോ. അപ്പോഴത്തേക്ക് കറക്റ്റ് അളവാണ്. ഇനി തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്താവും അറിയാലോ. കുറച്ച് നേരം കൂടെ ഇരുന്ന് വേവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് വറുത്ത മീനിനുള്ള പരിപാടിയൊക്കെ റെഡിയാക്കാം. ആരാത്? ചേച്ചിയാണോ? മാമനോ? മാമനോ? അമ്മയോ? വൈശിക്ക് താഴെ നിൽക്കുന്നില്ല കേട്ടോ. വൈശിക്ക് എൻ്റെ മേളിൽ കയറി വൈശിക്കെ കൊണ്ട് പോയി പാപ്പ ഉണ്ടാക്കിയാൽ മതി. താഴെ ചാച്ചനോ? എന്തിന് താഴെയോ? ഈ താഴെ ഇവിടെ അഴുക്കുണ്ടല്ലോ, തൂക്കണം, തുടയ്ക്കണം, എന്നാലേ താഴെ കിടക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ കേക്കൊക്കെ തിന്നതിൻ്റെ അവിടെ എല്ലാം വാരിയിട്ടുണ്ടോ? തൂക്കണം. ചൂലെടുത്തോണ്ടോ? തൂക്കം എടുത്തോണ്ട് ചൂലെടുത്തോണ്ട്. ചേച്ചിയോട് പറയാനോ? നിനക്കെന്താ എടുത്താലും? ചേച്ചിയാണോ എടുക്കുന്നേ? ചേച്ചിയാണോ തൂക്കുന്നേ? ചേച്ചിയോട് പറയാൻ തൂക്കാൻ പറഞ്ഞപ്പോൾ പറയാം. ചേച്ചിയോട് പറയാം. ഇപ്പോഴേ തുടങ്ങിയല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും. ചേച്ചിയോട് പറ, അനിയത്തിയോട് പറ. കോരാനോ? കോരി എടുക്കാനോ? തൂത്തട്ടോ? എല്ലാം അറിയാൻ വരാം. അപ്പോൾ ദേ വാവ ഇവിടെ ഇരുന്നാണ് കേട്ടോ ടി വി കാണുന്നത്. ഈ അങ്ങേയറ്റത്തുനിന്ന് ഇങ്ങേയറ്റം വരെ ഇനി അവൾ നടക്കും. എന്നിട്ട് ഇപ്പം ഇവിടെ അല്ലേ ഇരിക്കുന്നത്, ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നടന്ന് ടി വിയുടെ ഫ്രണ്ട് വരെ അവൾ പോകും. എന്നിട്ട് അവിടെ ഇരുന്നാണ് കേട്ടോ കാണുന്നത്. ഇപ്പം നമ്മൾ വഴക്ക് പറയുന്നതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നതാണ്.
കുറച്ച് നേരം കൂടെ കഴിയുമ്പോഴത്തേക്ക് ടി വിയുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന കാണാം കേട്ടോ. ചിലപ്പോൾ ഞാൻ പറയുന്നതുകൊണ്ട് ചിലപ്പം ഇനി ഇരിക്കത്തില്ലായിരിക്കും, എന്താണെന്നറിയത്തില്ല. ഇതെല്ലാം വൈശുവിൻ്റെയും ബാവയുടെയും കളിപ്പാട്ടങ്ങളാണ് കേട്ടോ. എല്ലാം കൂടെ കൂടിക്കിടക്കുകയാണ്. നമുക്കിനി ഇതെല്ലാം വൃത്തിയാക്കണം. വേണ്ടാത്ത സാധനങ്ങൾ ഞാൻ വിചാരിച്ചു കളയാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ ഇരിക്കുകയാണ്. നമുക്ക് വൃത്തിയാക്കണം കേട്ടോ. ബാവ സമ്മതിക്കുമോയെന്ന് അറിയത്തില്ല, എന്നാലും നമുക്ക് എന്തെങ്കിലും ചെയ്യണം. സൗണ്ട് കുറച്ച് ബാവേ. എന്തു കഴിക്കുന്നേ? എന്തോ ഇത്? ഇതെങ്ങനെ എടുത്ത്? എവിടുന്ന് എടുത്ത്? എവിടുന്ന് എടുത്തേ? കവറിനകത്തുനിന്നോ? ഞാനപ്പോൾ കണ്ടില്ല കേട്ടോ അവൾ കേക്ക് എടുത്തുകൊണ്ട് വരുന്നത്. ക്രീം ബണ്ണാണിത്. അപ്പം അവിടെ ഞാൻ ബക്കറ്റ് തുറന്നപ്പോൾ അതിനകത്ത് നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ. ഞാൻ കണ്ടില്ല അവൾ എടുക്കുന്നതൊന്നും. ഞാനിവിടെ നോക്കിയപ്പോൾ ഒരാൾ ഒറ്റയ്ക്കിരുന്ന് തിന്നുന്നു. ചേച്ചിയാണോ എടുത്തേ? നീയാണോ എടുത്തു കൊടുത്തേ? അല്ല, ചേച്ചിയല്ല കള്ളി. എല്ലാം കൊണ്ടുവന്ന് ചേച്ചിയുടെ തലയിലാണ് കൊണ്ടുവെക്കുന്നത്. തനിയെ എല്ലാം ചെയ്ത് വെച്ചിട്ട് ചേച്ചിയുടെ പുറത്തിടും. കസേര നേരെ ഇട്. അയ്യേ ചേച്ചി, കസേര നേരെ ഇടും. അവ ഉരുണ്ട് വീഴും. നേരെ ഇട്ടേ. അതാ തനിയെ എടുത്ത് വെച്ച് തിന്നുവാ കള്ളി. ഇപ്പം നമ്മുടെ മീൻകറി ഇതേ ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. കുറച്ച് പറ്റിപ്പോയെന്ന് തോന്നുന്നു കേട്ടോ. സാരമില്ല, കുഴപ്പമില്ല. നമ്മൾ ചീനിയുടെ ഒന്നും കൂടെ കഴിക്കാനല്ലോ, നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കാനല്ല, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പിന്നെ അതേ നമ്മുടെ വെള്ളം ഇവിടെ വെച്ചിട്ടുണ്ട്. കുടിക്കാനുള്ള വെള്ളമാണ് കേട്ടോ, തിളപ്പിക്കാൻ വെച്ചതാണ്. അപ്പം നമുക്ക് മീൻ വറക്കാം കേട്ടോ. മീനും കൊഞ്ചുണ്ട് വറക്കാനും. അപ്പം മീൻ വറക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അവിടെ നില്ല് മോളെ, വരുവാ. അതാണ്ട് ഇത് വറക്കട്ടെ. പിന്നെ അത് കുറച്ച് മുളക് പൊടി, എരി കൂടുതൽ വേണ്ടല്ലോ പിള്ളേർക്കായതുകൊണ്ട് കുറച്ച് മുളക് പൊടി, ഇച്ചിരി മഞ്ഞപ്പൊടിയും ഒരു ശകലം കുരുമുളക് പൊടിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. അപ്പം കുരുമുളകിന് ഇച്ചിരി എരി കൂടുതലുള്ള കുരുമുളകാണ് കേട്ടോ, അതുകൊണ്ടൊരു ശകലം ഇട്ടാൽ മതി. ഇത്ര ഇടാം. ഇനി കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇടാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് വറക്കാം. ഞാൻ വറക്കുന്നതൊന്നും കാണിക്കുന്നില്ല. ഇനിയിപ്പം മാവ ഇവിടെ ഭയങ്കര ബഹളമാണ് കേട്ടോ, അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അവളെ എടുത്തുകൊണ്ട് നിന്ന് വേണം ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പം നമ്മൾ വീഡിയോയും കൂടി എടുക്കുമ്പോൾ സമ്മതിക്കത്തില്ല അവൾ, വീഡിയോ എടുക്കാൻ അവൾ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് ഞാനിതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ. ഇനി ഗൈസ്, ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം ഗൈസ്. എൻ്റെ ഈ വൈശിക ഇവിടെ നിന്ന് കാണിക്കുന്നുണ്ടോ? ദൈവമേ, എൻ്റെ പുട്ടുകുറ്റിയല്ലയോ ഇത്? അയ്യോ, ഇളക്കിയോ? എന്തിയെ? അതിൻ്റെ സ്ക്രൂ എന്തിയേ? എന്തിയേ? ഇളക്കി കളഞ്ഞോ? ഞാനിനി എന്തോ ചെയ്യും? എന്തോത്തിനകത്ത് ഞാൻ പുട്ടുണ്ടാക്കും ഇനി? നിനക്ക് വേറെ ഒന്നും കിട്ടിയില്ലേ താളം കൊട്ടാന്? ആ, ഇങ്ങെടുക്ക്, നശിപ്പിക്കാതെ ഇങ്ങെടുക്ക്. ഞാൻ കൊണ്ടുവന്ന് ശരിയാക്കട്ടെ. ഇങ്ങെടുക്ക്, ഇങ്ങത്താ, അതിങ്ങതാ. എടി, എനിക്കറിയാലോ നിൻ്റെ അടവൊക്കെ. അതിങ്ങെടുക്ക്, ഇതിനകത്ത് വെക്കുന്നേ അത്. ഇങ്ങട് മതി കളിച്ചത്. ഇങ്ങട് ഇവിടെ തരാൻ. ഇത് എൻ്റെ ചില്ല്. ഇത് അച്ചായി ഉണ്ടാക്കിയില്ലേ എന്നാളി? ഇത് കണ്ട കൈ, ഇതിൻ്റെ ചില്ലാണ്. പുട്ടുകുറ്റിയുടെ ചില്ല ഉണ്ടോ? ഞങ്ങൾക്ക് വെറൈറ്റി ചില്ലൊക്കെയാണ്. ഇത് ഇവിടുത്തെ ചില്ല് കാണാതെ പോയപ്പോൾ ഇത് ഏട്ടൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. ചിരട്ട കൊണ്ടിട്ട് ഉണ്ടാക്കിയ സാധനമാണിത് കേട്ടോ. പെയിന്റ് അടിച്ചില്ല, ഇത് ചിരട്ടയുടെ കളർ എങ്ങനെ ആകുന്നേ? അതിനകത്തിട്ടേ ഇതിനകത്തിട്ടേ കാണിച്ചേ. കണ്ടോ? കറക്റ്റായിട്ട് ഇങ്ങനെ കിടക്കും നല്ലതായിട്ട്. കാണിച്ചേ, എന്നോട് കാണിച്ചേ. കണ്ടോ? കണ്ട്, കൊള്ളാം. ഇങ്ങെടുക്ക്, അങ്ങ് കൊണ്ടുവെക്കട്ടെ. ഇങ്ങോട്ട് മതി കളിച്ചത്. ഇനി നിൻ്റെ തന്നെ ഇത് ചിലപ്പോൾ ഞണങ്ങിപ്പോകും.
തരണേ. വൈശിക ഇവിടെ ഭയങ്കര ബഹളമാണ് കേട്ടോ. ഞാൻ വൈശിക എടുത്ത് വന്ന് കിടക്കണമെന്നും പറഞ്ഞിട്ട് എപ്പോഴേ ബഹളം ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ വന്ന് കിടന്നു. അപ്പോൾ അതേ ഇവിടെ വന്ന് കിടപ്പുണ്ട് വൈശിക. കണ്ടോ? സമാധാനമായോ? സമാധാനമായോ? സമാധാനമായോ കിടന്നപ്പം? ചുമ്മാതെ ഇങ്ങനെ വന്ന് കിടന്നാൽ മതി കേട്ടോ. വൈശയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. ജോലിയൊന്നും ചെയ്യുന്നത് വൈശയ്ക്ക് ഇഷ്ടമല്ല. ചുമ്മാതെ ഇങ്ങനെ വൈശികയുടെ കൂടെ ഇവിടെ വന്നിങ്ങനെ കിടക്കണം. കള്ളി വൈശു ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. ഒരു കള്ളി വൈശു. അഹങ്കാരി. വൈശു ഇപ്പോൾ പഠിക്കാൻ പോകുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ റോഡ് പണി നടക്കുകയാണ് കേട്ടോ. അതാണ് ഡ്രിൽ ചെയ്യുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നത്. അപ്പോൾ ഇവർ ആദ്യം അങ്ങ് ദൂരെ നിന്നിട്ടായിരുന്നു ചെയ്തത്. അതുകൊണ്ടാണ് രാവിലെ ഒന്നും കേൾക്കാഞ്ഞത്. അപ്പോൾ ഇപ്പം ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ അവിയൽ പെട്ടെന്ന് തന്നെ അങ്ങ് റെഡിയാക്കി. വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് ചോറ് കഴിച്ചു. അപ്പം ഏട്ടനും കൂടെ ഒക്കെ ഉള്ളപ്പോൾ കഴിക്കുവാണെങ്കിൽ ഇവർ കുറച്ചുകൂടി ചോറൊക്കെ പെട്ടെന്ന് കഴിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഏട്ടനുള്ളപ്പോൾ തന്നെ കഴിക്കുന്നത്. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ് കേട്ടോ. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പം ഒരു ഡേ ഫുൾ എടുക്കണമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അത് ഫുൾ ഇട്ട് കഴിഞ്ഞാൽ കുറേ ലെങ്തി ആയി പോകും കേട്ടോ. അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തിട്ട് 2-3 പാർട്ടാക്കി ഇടാം. അപ്പോൾ കാണാനും എളുപ്പമായിരിക്കും. അപ്പോൾ ഇത് എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞു കേട്ടോ, ഡേ ഇൻ മൈ ലൈഫ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ ഒക്കെ എപ്പോഴും ഇങ്ങനെ ഓണാക്കിയൊക്കെ എടുക്കേണ്ടതായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വീട്ടിൽ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അപ്പോൾ പിള്ളേരെയും നോക്കണം, വീഡിയോ എടുക്കണം, ഫുഡ് ഉണ്ടാക്കണം. അപ്പോൾ അതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് ഭയങ്കര പാടാണ് കേട്ടോ. അപ്പം എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടാണ് ഈ വീഡിയോ റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. ബാക്കി ഞാൻ 2-3 ദിവസമായിട്ട് ഇടാം. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാം ഒന്നും ഇല്ല, എന്നാലും അത്യാവശ്യം ഉള്ള കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനിയും വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റിൽ ഇടണം കേട്ടോ. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.